കോതമംഗലം കുട്ടമ്പുഴയിൽ വനത്തിലേക്ക് പോയ 3 സ്ത്രീകളെ കാണാതായി. അട്ടിക്കളത്ത് വനത്തിലേക്ക് കയറിപ്പോയ പശുക്കളെ തിരയാൻ പോയതായിരുന്നു ഇവർ. പോലീസും അഗ്നിരക്ഷാസേനയും വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി അർച്ചന വിനോദ് ചേരുന്നുണ്ട്. അർച്ചന, ഇപ്പോഴും ഈ തെരച്ചിൽ തുടരുകയാണോ? തെരച്ചിലിന് അനുകൂലമായ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? വർഷ, അത്തരത്തിലുള്ള യാതൊരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല. ഇപ്പോഴും 6 സംഘമായി തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. വൈകിട്ടോടെ തുടങ്ങിയ തിരച്ചിലാണ് ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. എത്ര വൈകിയാലും ഈ തിരച്ചിൽ തുടരാൻ തന്നെയാണ് പോലീസിന്റെയും രക്ഷാസേനയുടെയും അതുപോലെ വനപാലകരുടെയും തീരുമാനം. നാട്ടുകാരും ഇവർക്കൊപ്പം തിരച്ചിലിനായി ചേർന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടോടു കൂടിയാണ് കുട്ടമ്പുഴ അട്ടിക്കുളത്ത് 3 സ്ത്രീകളെ കാണാതായത്. ഇവർ അതായത് ബുധനാഴ്ച മുതൽ കാണാതായ പശുവിനെ അന്വേഷിച്ചാണ് ഇവർ 3 വനത്തിലേക്ക് പോയത്. പിന്നീട് വൈകിട്ട് വരെ ഇവരുടെ ഫോണിൽ ലഭ്യമായിരുന്നു. അപ്പോൾ വഴിതെറ്റി അലയുന്നു എന്നാണ് ഇവർ വീട്ടിലുള്ളവരെ അറിയിച്ചത്. തുടർന്ന് ഫോൺ ബന്ധം നിലയ്ക്കുകയായിരുന്നു. എന്തായാലും ഈ കാണാതായവർ കുട്ടമ്പുഴ ഡാർലിൻ സ്റ്റീഫൻ, മാളികേക്കൂടി മായ ജയൻ, ബന്ധു കാവംകുടി പാറക്കുട്ടി, കുഞ്ഞുമോൻ എന്നിവരാണ് കാണാതായത് 3 പേർ. എന്തായാലും ഇവർക്കുള്ള തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. കാട്ടാന ശല്യമുള്ള ഒരു പ്രദേശം കൂടിയായതിനാൽ തന്നെ വനപാലകരും അതുപോലെ ഫയർഫോഴ്സും ഈ തിരച്ചിൽ ഊർജിതമായി തുടരാൻ തന്നെയാണ് തീരുമാനം. അർച്ചന, ഒരു കാര്യം കൂടിയുണ്ട്. ഇവർ ഈ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഒരുപാട് അകലെ തന്നെയാണോ ഈ വനമേഖല? പക്ഷെ അധികം ദൂരമില്ല എന്നാണ് നാട്ടുകാർ നേരത്തെ നമ്മൾ വിളിച്ചപ്പോഴും പറഞ്ഞത്. കാരണം അടുത്ത് തന്നെയാണ്. പക്ഷെങ്കിൽ ഈ വനത്തിനുള്ളിലേക്ക് അടക്കുകയും പിന്നീട് അവർ പലയിടങ്ങളിലേക്കായി ഈ പശുവിനെ അന്വേഷിച്ച് നടക്കുകയുമായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഇവർക്ക് വഴിതെറ്റി അലയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും വലിയൊരു വനപ്രദേശമാണ്. ഇവിടെ എല്ലായിടങ്ങളിലുമായിട്ട് ഈ 6 സംഘം തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അവിടുത്തെ ഗ്രാമീണ പ്രദേശങ്ങളിൽ, അതായത് ആദിവാസി ആളുകളെയും ഇവർ ഈ തിരച്ചിലിനൊപ്പം കൂട്ടിയിട്ടുണ്ട്. അവർക്ക് ഈ പ്രദേശങ്ങളെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ അവരെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിൽ തിരച്ചിൽ ഊർജിതമാക്കുന്നത്. എന്തായാലും എത്ര വൈകിയാലും ഈ തിരച്ചിൽ ഇതുപോലെ കൊണ്ടുപോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. മാത്രമല്ല വൈകിട്ട് വന്യമൃഗങ്ങൾ അടക്കം ഈ രാത്രിയാകുമ്പോൾ ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ ഊർജിതമായി തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. വർഷം. ശരി അർച്ചന, എന്തായാലും ഏറെ വൈകിയാലും തെരച്ചിൽ ഇതുപോലെ തന്നെ തുടരുമെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. നിലവിൽ അനുകൂലമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നും അർച്ചന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.